കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് LDF സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ്, പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? തെറ്റാണ്, മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. കേരളത്തിലായോ ഈ PR ഏജൻസി ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി? മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൂടുതലാണ്. അങ്ങനത്തെ ഒരു PR ഏജൻസിയാണെന്നുണ്ടെങ്കിൽ അത് PR ഏജൻസിക്ക് പറ്റിയതാണെന്നും പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. നടപടിയാണ് വേണ്ടത്. അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ നാടിനെ കുട്ടിച്ചോറാക്കിയേക്കാവുന്ന തരമൊരു പ്രസ്താവന പ്രധാനപ്പെട്ട ഒരു ദേശീയ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്നതിൻ്റെ വിശദീകരണത്തിൽ വെട്ടിലായത് സർക്കാരാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ദ ഹിന്ദു എന്നല്ല, ഏത് പ്രധാനപ്പെട്ട ദേശീയ പത്രത്തിലോ ചാനലിലോ ഒരു അഭിമുഖം കൊടുക്കണമെങ്കിൽ കെയ്സൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി എന്തിനാണ്? മുഖ്യമന്ത്രി പറയാത്ത എന്ന് പറയപ്പെടുന്ന വർഗീയ പ്രസ്താവന ഉൾപ്പെടുത്തണമെന്ന് ദ ഹിന്ദുവിനെ രേഖാമൂലം എഴുതി നൽകിയത് ആരാണ്? ദ ഹിന്ദു ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ ആ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് ആരാണ്? എന്തുകൊണ്ടാണ് കേസിനെ തള്ളിപ്പറയാൻ ആ PRകാർക്കെതിരെ കേസെടുക്കും എന്നൊരു വാർത്താക്കുറിപ്പിറക്കാൻ ഇത്ര നേരമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാവാത്തത് എന്താണ്? മുഖ്യമന്ത്രി പറയാത്തത് എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. PRൽ ചീഞ്ഞു നാറുന്നത് എന്ത്? ശ്രീ റഹീം MP, ശ്രീ BRM ഷഫീർ, ശ്രീ S സുരേഷ് എന്നിവർ ചർച്ചയിൽ ചേരും. അതിനു മുൻപ് ഞാനൊരു വാർത്തയിലേക്ക് പോകുന്നത്, DGP MR അജിത്കുമാറിനെതിരായ പരാതികളിൽ DGP നാളെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ AK സെന്ററിൽ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായാണ് കൂടിക്കാഴ്ച. AR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നീക്കണമെന്ന നിലപാടിലാണ് CPI. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ ചെയ്യുന്നു. ഷഫീദ്, സഭാസമ്മേളനം തുടങ്ങാൻ പോകുന്നു. നാളെ നിർണായകമായ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടാൻ പോകുന്നു. CPI ADGPയെ മാറ്റിയേ മതിയാകുമെന്ന നിലപാട് ആവർത്തിക്കുന്നു, അല്പം രോഷത്തോടെ ആവർത്തിക്കുന്നു. കൂടിക്കാഴ്ചയുടെ പ്രസക്തി എന്താണ്? ബിനോയ് വിശ്വം ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുക. ഹാഷ്മി, പലതരത്തിലുള്ള വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ വളരെ അസാധാരണമായ ഒരു കൂടിക്കാഴ്ചയാണ് അല്പസമയം മുൻപ് AKG സെന്ററിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. ആ കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അസാധാരണമായ കൂടിക്കാഴ്ചയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇനി നാളെയും മറ്റന്നാളും കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായി മാറാൻ പോകുന്ന 2 ദിവസങ്ങൾ അല്ലെ. നാളത്തെ ദിവസം നാളെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനെതിരെ ഉന്നതതല സമിതി റിപ്പോർട്ട്, അതായത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം. നാളെ ആ റിപ്പോർട്ട് സമർപ്പിക്കും. നാളെ CPIയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. മറ്റന്നാളിൽ നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. നിയമസഭാ തലത്തിൽ ഇതുവരെ PV അൻവർ തൊടുത്തുവിട്ട ശരത്തിന് പിന്നാലെ ഉയർന്ന എല്ലാ തരത്തിലുള്ള വിവാദങ്ങളും അത് നിയമസഭാ തലത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇന്നത്തെ ഈ പിണറായി വിജയൻ ബിനോയ് വിശ്വം കൂടിക്കാഴ്ചയുടെ പ്രസക്തി അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ MR അജിത്കുമാർ വിവാദം ഉയർന്നതിന് പിന്നാലെ CPI മുൻപെങ്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അനുനയ സാധ്യതയും ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു നിലപാടിലായിരുന്നു CPI നിലയുറപ്പിച്ചിരുന്നത്. അതായത് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ തൃശൂർ പൂരം കലക്കാൻ സഹായം ചെയ്തുവെന്ന ആരോപണം ഉയർന്നിട്ടുള്ള ADGP MR അജിത്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണം എന്നുള്ള കാര്യം ഒരൊറ്റ നിലപാടായി CPI എടുത്തു. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ മുന്നണി യോഗത്തിലടക്കം മുഖ്യമന്ത്രി റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ഒരു ന്യായീകരണമായിരുന്നു നടത്തിയതെങ്കിൽ നാളെ ആ റിപ്പോർട്ട് വരികയാണ്. അങ്ങനെ നാളെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നിലപാട്, അതിനു മുൻപേ ബിനോയ് വിശ്വം CPIയുടെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം അറിയിച്ചിരിക്കാനാണ് സാധ്യത. ഇന്നലെയൊക്കെ ബിനോയ് വിശ്വം ആവർത്തിച്ച് പ്രതികരിച്ചപ്പോൾ ആ നിലപാടിലെ കാർക്കശ്യം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല മന്ത്രി കെ രാജൻ, CPI മന്ത്രിമാരടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ ക്യാബിനറ്റും ചേരുന്നുണ്ട്. മുൻപൊരിക്കൽ നമ്മൾ കണ്ടതാണ് ഈ തോമസ് ചാണ്ടി വിഷയത്തിൽ ക്യാബിനറ്റിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള CPI മന്ത്രിമാരുടെ നിലപാട്. സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടെടുത്താൽ അത് മുഖ്യമന്ത്രിക്ക് മുകളിലേക്ക് ഉയരുന്ന സമ്മർദ്ദമായി മാറും. അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് രാഷ്ട്രീയ ഡ്രാമകൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണെന്നാൽ തർക്കമില്ല. പ്രത്യേകിച്ച് പ്രകാശ് ബാബു അടക്കമുള്ളവർ ഒരു കർശന സ്വഭാവത്തിൽ, ശാസന സ്വഭാവത്തിൽ, താക്കീതിന്റെ സ്വഭാവത്തിലൊക്കെ ഈ പറയുന്ന RSS മേധാവിമാരെ പോയി കണ്ട ADGP ആ സ്ഥാനത്ത് തുടരാൻ അർഹമല്ല എന്ന പൊളിറ്റിക്കൽ ലൈൻ
സംശയത്തിനിടയിൽ അത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷെയ്ഖ് റഹീം, ഇവിടെ നാടിൻ്റെ മുഖ്യമന്ത്രിയും ഹിന്ദു എന്ന് പറയുന്ന ഒരുപക്ഷെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പ്രധാനപ്പെട്ട ഒരു പത്രവും തമ്മിലുള്ള ഒരു അഭിമുഖത്തിനിടയിലേക്ക് ഈ കെയ്സൺ എന്ന് പറയുന്ന ഈ PR ഏജൻസി കടന്നു വന്നത് എങ്ങനെയാണ് എന്നിപ്പോഴും ദുരൂഹമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഷെയ്ഖ് റഹീം? അല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ദുരൂഹതകൾ വേണം. ദുരൂഹതകളുള്ളതിനെ വാർത്തയുണ്ടെങ്കിൽ കച്ചവടമുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, AK സെന്ററിന് മുമ്പിൽ എന്തൊക്കെയാണ് വിളിച്ചു കൂവിയത്? നിങ്ങളെന്താണ് പറഞ്ഞത്? CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിൻ്റെ തമ്മിൽ വിളിച്ചു പറഞ്ഞത് സമ്മതം എന്നൊക്കെയല്ലേ? ഞങ്ങൾ DGPയെ ഏൽപ്പിച്ച് അൻവർ ഉന്നയിച്ച വിഷയത്തിന്മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണവും പുതിയ സാഹചര്യത്തിൽ DGP ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും പ്രകാരം അദ്ദേഹം റിപ്പോർട്ട് തരുന്ന നിമിഷം അത് സംബന്ധിച്ച ശരിയായ തീരുമാനങ്ങൾ എടുക്കും. ഇടയ്ക്കൊരു റിപ്പോർട്ട് വന്നല്ലോ ഇതിനിടയിൽ തന്നെ. ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഉത്തരവിട്ടത്? നിങ്ങൾ എന്താണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്? അപ്പോൾ എന്താ കാര്യം? ഏതൊരു ചെറിയ കാര്യത്തിലും നിങ്ങൾക്ക് വലിയൊരു ഗൂഢാലോചനാ സിദ്ധാന്തം കൊണ്ടുവരണം, ഒരു ഉദ്വേഗം ജനിപ്പിക്കണം. അങ്ങനെ ഉദ്വേഗം ജനിച്ചിട്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യത്തിലും ഒരു ഉദ്വേഗം ജനിപ്പിക്കുക, ആ ഉദ്യോഗത്തെ മാർക്കറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ വാർത്താ സ്ട്രാറ്റജിയാണ്. അതിലൊന്ന് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യവും. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു? ഇന്നലെ വൈകുന്നേരവും മെനിഞ്ഞാന്ന് വൈകുന്നേരം ചർച്ച ചെയ്തത് എന്തായിരുന്നു? ഇന്നലെ പകൽ മുഴുവൻ നിങ്ങൾ പ്രസംഗിച്ചത് പറഞ്ഞതും എന്തായിരുന്നു? പറഞ്ഞത് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അവഹേളിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി തീവ്രവാദം അതോടൊപ്പം തന്നെ ഈ ആൻറ്റി നാഷണൽ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തെറ്റായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിദ്വേഷജനകമായ വാർത്ത ഒരു പകൽ മുഴുവൻ നിങ്ങൾ സംപ്രേഷണം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു PRANC എന്തെന്നാണ്. അപ്പോൾ മറ്റേ കേസിൽ നിങ്ങൾ എന്താ മാപ്പ് പറയാത്തെ? ആ പ്രചരണം തെറ്റായി പോയി, അങ്ങനെ വസ്തുതകൾക്ക് കാത്തു നിൽക്കാതെ ഞങ്ങളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് ശരിയായില്ല എന്നൊരു നിലപാട് നിങ്ങൾ എടുത്തില്ലല്ലോ. ഇനി പോട്ടെ, ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നിങ്ങൾ വാർത്തയാക്കിയത്, അതിൽ തെറ്റാരോപിച്ചത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദു ദിനപത്രത്തിന് കത്തെഴുതുന്നു, ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ആ കത്ത് പരസ്യപ്പെടുത്തുന്നു. ഹിന്ദു അല്ല, ഞങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത്. അപ്പോൾ അത് ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നത് വ്യക്തമാണ്. പിന്നെ തർക്കവിഷയമായിരുന്ന ഈ ആൻറ്റി നാഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, മലപ്പുറം ജില്ലയുടെ പ്രത്യേക പരാമർശവും തൻ്റെ അഭിമുഖത്തിനിടയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് ഹിന്ദു ദിനപത്രത്തെ അറിയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ച ആ വാദം പൂർണ്ണമായും ശരിയാണ് എന്നവർ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഹിന്ദു കൊണ്ടുവന്നൊരു തിയറിയാണ്, അതൊരു ഏജൻസിയുടെ പേര് പറഞ്ഞു, ആ ഏജൻസിയാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയത്, ഞങ്ങളോട് സമീപിച്ചത്, അവർ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ കൂട്ടിച്ചേർത്തു. ഹാഷ്മി എത്രയോ കാലമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ ഹാഷ്മിയോട് വിനയപൂർവ്വം ചോദിക്കുന്നു, ഹാഷ്മി എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്താൽ, വേറൊരാളെ വന്ന് ഇൻ്റർവ്യൂ ചെയ്താൽ, ഓഫ് ദി റെക്കോർഡ് അല്ലെങ്കിൽ ക്യാമറ ഇല്ലാതെ ഒരു വർത്തമാന പത്രത്തിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്താൽ, ഞാൻ പറയാത്തൊരു കാര്യം പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളോ ഇല്ലെങ്കിൽ മൂന്നാമത്തെ വേറൊരാളോ ആട്ടെ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാവുള്ളത്? ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്കു തന്നെ അങ്ങോട്ട് കത്തെഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി എഴുതിയാൽ തന്നെ ഞങ്ങളുടെ കാര്യമില്ലല്ലോ. ഇതൊന്ന് മാറ്റിത്തരണമെന്ന് അവരോട് 1 to 1 രഹസ്യമായി അങ്ങ് ആവശ്യപ്പെട്ടാൽ പോരായിരുന്നോ? ഞങ്ങൾ തന്നെയാണ് പരസ്യപ്പെടുത്തിയത്. ഒന്നും മറച്ചു വെക്കാനില്ലെന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ കേസൺ എന്ന് പറയുന്ന PR ഏജൻസിയെ കുറിച്ച് എങ്ങനെയാണ് മുഖ്യമന്ത്രി ചോദ്യം എൻ്റെ ആദ്യ ചോദ്യത്തിൽ തന്നെ ഞാൻ നിൽക്കുന്നു. ഈ പറയുന്ന നാടിൻ്റെ മുഖ്യമന്ത്രിയും ദ ഹിന്ദുവും നടത്തിയ അഭിമുഖത്തിനിടയിലേക്ക് കേസൺ എന്ന് പറയുന്ന PR ഏജൻസി കടന്നു വന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് CPMന് എന്തെങ്കിലും ധാരണയുണ്ടോ ഷെയ്ഖ് റഹീം? അല്ല, CPIM വളരെ കൃത്യമായി പറയല്ലേ. ഇത് രാവിലെ മുതൽ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ പറയണോ? പറയാം. മുഖ്യമന്ത്രിക്ക് ഇന്നലെയും ഞങ്ങളുടെ പ്രതിനിധികൾ അത് തന്നെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിയുടെയും ഇടനില ആവശ്യമില്ല, ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. ഞാൻ എത്താം റഹീം. അവിടെ എന്താണ് കണക്ടിവിറ്റിയിൽ ചെറിയ പ്രശ്നമുണ്ട്. അത് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ദൗർഭാഗ്യകരമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ BRM ഷഫീർ, ഇവിടെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ കേസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഇപ്പം സ്വാഭാവികമായി ആലോചിച്ചതിന് നാടിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ഒരു അഭിമുഖം നൽകണം എന്ന് പറഞ്ഞാൽ ഓടി വരില്ലേ? ഹിന്ദുവിൻ്റെ പത്രാധിപർ ഓടി വരില്ലേ? ആരാണ് ഓടി വരാത്തത്? അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞ ഒരു PR ഏജൻസിയുടെ കാര്യമില്ല. അങ്ങനെ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിക്കില്ല.
ഹിന്ദു പറയുന്ന അവരുടെ വെർഷനാണ് ഇത്തരത്തിലൊരു ഒരു ഏജൻസി രണ്ടുപേരെന്ന് പറഞ്ഞു, അങ്ങനെ കൊടുത്തു, അതിനവർ മാപ്പ് അപേക്ഷിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെട്ടോ BRM? അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊരു PR ഏജൻസി ഇല്ല. ഹിന്ദു ദിനപത്രം ഞങ്ങൾക്ക് ഈ വാർത്ത അഡീഷണലായിട്ട് ചേർത്തത് PR ഏജൻസി തന്നതാണ്, ഞങ്ങൾ അഡീഷണലായി ചേർത്തത് എന്നാണല്ലോ ഹിന്ദുവിൻ്റെ വിശദീകരണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയായ കൈസനാണ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ എഴുതി തന്നത്. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വ്യക്തം. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ട്, അതിൻ്റെ പേര് കെയ്സൻ എന്നാണ്. മുഖ്യമന്ത്രി ഇന്റർവ്യൂ ഈ അഭിമുഖം കൊടുക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. സാന്നിധ്യം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ അതിനകത്ത് സാന്നിധ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദി ഹിന്ദു പത്രവുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വിനീത് പാണ്ഡെ എന്ന് പറയപ്പെടുന്ന കെയ്സന്റെ CEO ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, വിനീത് പാണ്ഡെ മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്നയാൾ. രണ്ടാമത്തെ ആൾ റിലയൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യം എന്ന് പറയപ്പെടുന്ന ആളാണ്. അവർ എഴുതി തരാൻ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങൾ കൊടുത്തത്. എന്നിട്ട് കൂടുതൽ ഇങ്ങനെയും കൂടെ പറഞ്ഞു, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 21-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ചും സ്വർണം ഹവാലയെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചുമെല്ലാം എന്തു പറഞ്ഞോ, എന്ത് വിശദീകരിച്ചോ, അത് തന്നെയാണ്, അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇതിൽ കൂടി ചേർക്കേണ്ടത് എന്ന് തന്നെയാണല്ലോ ദി ഹിന്ദു പത്രം പറഞ്ഞത്. ദി ഹിന്ദു കുറെ കാലം ആയി, റാമിൻ്റെ കാലഘട്ടം മുതൽ ഇടതുപക്ഷവുമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ പ്രവർത്തിക്കുന്ന, പ്രകാശ് കാരാട്ടുമായി അടുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രസ്ഥാപനമാണല്ലോ. ഇവിടെ റഹീം പറഞ്ഞത് പച്ച കള്ളമല്ലേ? ഒന്ന് PR ഏജൻസി ഇല്ല എന്ന കള്ളം പറഞ്ഞു. റഹീമെ, ഒരു കാര്യം, നിങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും അതിന് ഇനി വെളുപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്താണ് സമ്മതിക്കേണ്ടത്? നരേന്ദ്രമോദിക്ക് വേണ്ടി 2018 മുതൽ 2024 വരെ നിരന്തരം PR ഏജൻസി നടത്തിയിരിക്കുന്ന സ്ഥാപനമാണ് കെയ്സൻ. ആ കെയ്സനാണ് നരേന്ദ്രമോദിയുടെ PR ഏജൻസിയായ കെയ്സൻ. എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR ഏജൻസിയാണെന്ന് ദി ഹിന്ദു പത്രം പറയുക? ദി ഹിന്ദു പത്രം അങ്ങോട്ട് വന്നിട്ട് അല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങൊരു ഇന്റർവ്യൂ തരണം എന്ന് പറഞ്ഞതല്ലോ. എന്താ ദി ഹിന്ദു പത്രം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ PR ഏജൻസിയായ കെയ്സൻ, അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ആളും റിലയൻസിൽ ജോലി ചെയ്യുന്നയാളും രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിന് പ്രകാരം, ഇങ്ങോട്ട് പറഞ്ഞതിന് പ്രകാരമാണ് ഇന്റർവ്യൂവിലേക്ക് ഞങ്ങൾ പോയത്. അല്ല, ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പൊ പച്ച കള്ളമല്ലേ റഹീമോടെ പറഞ്ഞത്? ഇനി അതിനകത്ത് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പ്രശ്നം, നരേന്ദ്രമോദിയുടെ PR ഏജൻസിയും പിണറായി വിജയന്റെ PR ഏജൻസിയും ഒന്നാവുന്നതിൽ തർക്കമില്ല. കാരണം നരേന്ദ്രമോദിയുടെ RSS ലൈൻ തന്നെയാണല്ലോ ബഹുമാനായ ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ കുറെ കാലമായി ഇവിടെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബിനോയ് വിശ്വത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ബിനോയ് വിശ്വം കണ്ടു, അതിലൊന്നും ഒരു കാര്യമില്ല. RSSന്റെ മേധാവിയോ ഉപമേധാവി ഹൊസബലയോ അജിത്തിനെ മാറ്റാൻ പറഞ്ഞാൽ ആ മിനിറ്റിൽ മാറ്റും. മാറ്റണ്ട എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകും. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നോക്ക്, പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. റഹീമിൻ്റെയും എൻ്റെയൊക്കെ നാട് അടുത്തടുത്താണ്. അവിടെ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മനസ്സില്ല, മുതലാളിത്തമേ നിന്റെ മുമ്പിൽ മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പാർട്ടിയുടെ CPMന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ദി ഹിന്ദു പത്രത്തിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ റിലയൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. അയാളുടെ പേര് സുബ്രഹ്മണ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്കൊക്കെ എന്ത് അന്തസ്സുണ്ട്? കുറെ പാവപ്പെട്ട തൊഴിലാളികളെയും ചുവട്ട് തൊഴിലാളികളെയും വിളിച്ചു വരുത്തി കുത്തകൾക്കെതിരായി, കൊക്കക്കോളയ്ക്കെതിരായി, അമേരിക്കക്കെതിരായി, ബൂർഷോകൾക്കെതിരായി സമരം നടത്തിയ ഒരു പാർട്ടിയാണ് റിലയൻസിന്റെ ആളിനെ പിടിച്ചിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് ചെയ്തത്. ഇത് തീർന്നില്ല. ഈ കേസിന്റെ ദക്ഷിണ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ആരെന്നറിയോ? ദക്ഷിണ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അത് SK പ്രിയദർശിനിയാണ്. ആരാ SK പ്രിയദർശിനി? അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടേണ്ടത്. SK പ്രിയദർശിനി എന്ന് പറയപ്പെടുന്ന കേസിന്റെ ദക്ഷിണ കേരളത്തിലെ മേധാവി കഴിഞ്ഞ 4 കൊല്ലമായി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്ന മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ PR വർക്കുകൾ ചെയ്തിരുന്ന, അവരുമായിട്ട് വളരെ അടുപ്പമുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയയും EP ജയരാജന്റെ വൈദേഹവും തമ്മിൽ കച്ചവട സ്ഥാപനത്തിലേക്കൊക്കെ പോയതിന്റെ പുറകിൽ ഇങ്ങനെയുള്ള ചില ലിങ്കുകളുണ്ട്.
ജാവദേക്കർ EP ജയരാജനെ കാണുകയും പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തതിന്റെ പുറകിലും ഈ പറയപ്പെടുന്ന ചില ബന്ധങ്ങളുണ്ട്. ഹാഷ്മി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ഇന്റർവ്യൂവിനെ തന്നെ അങ്ങ് പാടെ നിഷേധിച്ചോ. പക്ഷേ 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്തെ സംബന്ധിച്ച് ശരി, ഞാൻ ബിആർ നമുക്ക് അതിലേക്ക് സുരേഷിലേക്ക് എത്താമേ. ഒറ്റ കാര്യം കൂടി ശരി ശരി സംഘടനയാണ് മലപ്പുറമെങ്കിൽ എത്ര കേസെടുത്തു, ഏത് സംഘടന? ഓക്കെ ഷിയ റഹീം, ഇതിൽ ഹിന്ദു ശരി ശരി ഇതിൽ ഹിന്ദു പറഞ്ഞ ഈ പറയുന്ന ജേർണലിസ്റ്റിക് റിഗറിന് മാധ്യമ ധാർമ്മികതയ്ക്ക് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ ആ ഭാഗം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഹിന്ദു ഇന്ന് പത്രത്തിൽ പറഞ്ഞ, ഇന്നലെ അവർ അല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? രണ്ടുപേർ അല്ലെങ്കിൽ ഈ പറയുന്ന കേസൺ എന്ന് പറയുന്ന PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനായി ഓഫർ ചെയ്തുകൊണ്ട് അവരെ സമീപിക്കുന്നു. ഓക്കെ, അവർ അഭിമുഖം എടുക്കാൻ തയ്യാറാവുന്നു. സെപ്റ്റംബർ 29 9 മണിക്ക് ഡൽഹിയിൽ കേരള ഹൗസിൽ മുഖ്യമന്ത്രി അഭിമുഖത്തിന് തയ്യാറാവുന്നു. ആ സമയത്ത് രണ്ടുപേർ അവിടെയുണ്ട്. ആ രണ്ടുപേർ ആരൊക്കെയാണ്? കേസന്റെ CEO ഒന്ന് വിനീത് ഹാണ്ഡെ, രണ്ടാമത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവരുടെ പൊളിറ്റിക്കൽ വിംഗ് കൈകാര്യം ചെയ്യുന്ന ആൾ എന്ന് അവർ പറയുന്ന ആൾ അത് ഇവിടുത്തെ ഒരു മുൻ CPM MLA മകനാണെന്ന് പറയുന്നു. റഹീം അത് ഓക്കെ, അവിടം വരെ ഓക്കെ. അത് ഇന്റർവ്യൂ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ കൂടെ ഇരുന്ന രണ്ടുപേരിൽ ഒരാൾ രേഖാമൂലം ഈ പറയുന്ന കാര്യങ്ങൾ കൂടി എന്താണ് ഈ ആന്റി നാഷണൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു ഈ മലപ്പുറത്തും സ്വർണ്ണക്കടത്തിലെ പണം എന്നത് ഉൾപ്പെടുത്തണം, ഓൺ ബിഹാഫ് മുഖ്യമന്ത്രി ഉൾപ്പെടുത്തണമെന്ന് രേഖാമൂലം ഹിന്ദുവിന് കൊടുക്കുന്നു. അതിന് പ്രകാരം ഹിന്ദു അതിടുന്നു. ഹിന്ദുവിൻ്റെ മാപ്പപേക്ഷയുടെ പശ്ചാത്തലം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു അത്തരത്തിൽ ഈ പറയുന്ന എന്താണ് അങ്ങനെ രേഖാമൂലം കൊടുത്ത അത് തെറ്റാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്യാത്ത കാരണം ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ്. ഇതിലെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് ഈ രണ്ടുപേരുണ്ടായിരുന്നു ഷിയ റഹീം. ആ രണ്ടുപേരില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയണ്ടേ? കീസൺ എന്ന് പറയുന്ന PR കമ്പനി ഞങ്ങൾക്കറിയില്ല എന്ന് പറയണ്ടേ? ഇപ്പോൾ റഹീം പറയുന്നത് പോലെ ഇതൊക്കെ ഹിന്ദുവിൻ്റെ വെർഷനാണെങ്കിൽ ഈ പറയുന്ന നാടിനെ മുടിപ്പിക്കാൻ നടത്തിയ ഈ ശ്രമം നടത്തിയ കേസിനെതിരെ ഞങ്ങൾ കേസിന് പോകുന്നു എന്ന് പറയണ്ടേ? ഒരക്ഷരം മിണ്ടുന്നില്ലോ റഹീം, എന്തുകൊണ്ടാണത്? അങ്ങ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇല്ലാത്ത കഥകൾ ഇങ്ങനെ ഉണ്ടാക്കരുത്. എന്തൊരു ഗൂഢാലോചന പറഞ്ഞത് എന്തെങ്കിലും കാര്യമുണ്ടോ? അദ്ദേഹം നോക്കൂ, റിലയൻസ് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്തെല്ലാണ് പറഞ്ഞത്. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മുതലാളിത്തം നിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് അപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഞങ്ങളതെല്ലാം പാടി നടക്കുമ്പോൾ BR ഷബീറും കൂട്ടരും സുധാകരൻ പറഞ്ഞത് കേട്ടിട്ട് RSSൻ്റെ ശാഖയ്ക്ക് കാവലിരുന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. മനസ്സിലായല്ലോ? ഞങ്ങൾ അപ്പോഴും ഇപ്പോഴൊക്കെ ആ നിലപാടെടുത്ത് പിടിക്കുന്നവരാണ്. നിങ്ങളത് റിലയൻസിൻ്റെ ആളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഹാഷ്മി പറഞ്ഞപ്പോൾ അത് CPMൻ്റെ ഒരു മുൻ നേതാവിൻ്റെ മകനാണെന്ന് പറയപ്പെടുന്നു എന്നാണ്. അങ്ങനെയാണ് നിങ്ങളെ 24-ലാണ് CPM MLA മകനാണ്, മുൻ MLA മകനാണ് സുബ്രഹ്മണ്യൻ. TK ദേവകുമാർ എന്ന പറയട്ടെ അങ്ങ് ബഹളം വെക്കാതിരിക്കെ. അതെന്തോ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു എന്ന് വല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ അങ്ങനെയാ. നിങ്ങൾ റിലയൻസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുന്നു. CPMന്റെ മുൻ MLA ദേവകുമാറിന്റെ മകനാണ്. ഐപാക് എന്ന് പറയുന്ന നേരത്തെയുള്ള വലിയ PR ഏജൻസിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇയാൾ മുഖ്യമന്ത്രി അഭിമുഖം നടക്കുമ്പോൾ ഈ പറയുന്ന കേസിന്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രിക്കൊപ്പം ഇരിപ്പുണ്ട്. എന്തിനാണ് റഹീം? അങ്ങ് കേൾക്ക് അല്ലല്ല, അങ്ങ് വെയിറ്റ് ചെയ്യുക. അത് ഹിന്ദു പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമോ റഹീം? മണിക്കൂറുകളിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമോ? എവിടെയെല്ലാമാണ് കൊണ്ടിക്കിട്ടുന്നത്? ഇവിടെ നിങ്ങൾ ഞാനൊന്ന് സംസാരിക്കട്ടേന്നേ. അല്ല ഹാഷ്മിക്ക് എന്നിൽ നിന്ന് വ്യക്തമായി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റേറ്റിംഗ് ആണോ വേണ്ടത്, വ്യക്തമായ ഉത്തരമാണോ വേണ്ടത്? നിങ്ങൾക്ക് റേറ്റിംഗിന് വേണ്ടി എന്നെ കൊണ്ട് ബഹളമുണ്ടാക്കാനാണ് എങ്കിൽ എനിക്കിതിന് താല്പര്യമില്ല. അങ്ങ് ബഹളമുണ്ടാക്കണ്ട റഹീം. ബഹുമാനപ്പെട്ട റഹീം, എൻ്റെ വളരെ ലളിതമായി നേർക്കുന്ന ഒരു ചോദ്യമാണ്. കട്ട് ചെയ്തിട്ടുള്ളൂ. നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇടപെട്ട ഏജൻസിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയാൻ ഒരു വാക്ക് പറയാൻ ആർജവമില്ലാത്തത് എന്താണ്? പറയൂ. വ്യക്തത വരുത്താനുള്ള അങ്ങ് കേൾക്ക്, ബഹളം വെക്കാതിരിക്കുക. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കുട്ടിച്ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ താങ്കളെ ഓർമ്മിച്ചത്. താങ്കൾ പണ്ട് പറഞ്ഞില്ലേ ഇനി ആകാശം പിടിച്ച് താഴെ വീണ് ഇടുത്തി വീണ് ഇവിടെ എല്ലാം തകർന്നു പോയാലും ഇനിയൊരു സുബൈദമാരും ആടിനെ വിൽക്കില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഈ നാട്ടിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കാൻ നമ്മുടെ ചർച്ച അതാണെങ്കിൽ ഞാൻ അത് ഏത് സമയത്ത് പറഞ്ഞ ഇൻട്രോ ആണെന്നും അതിന്റെ ഓപ്പറേഷൻ CMDRF എന്താണെന്നും അതിലെ വിജിലൻസ് പരിശോധന എന്തായിരുന്നുവെന്നും അതിൽ ആരൊക്കെയാണ് പ്രതികളെന്ന് കൗശിക് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടെന്നും അതിൽ പുഴവൂർ വിജയന് വേണ്ടി വഴിമാറ്റി ചിലവാക്കിയതും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അത് നമ്മുടെ വിഷയം അതല്ലല്ലോ റഹീം.
അങ്ങ് വിഷയത്തിലേക്ക് വരൂ. അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കേസിനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് റഹീമെങ്കിലും ഒന്ന് പറ. അതാണ് ലോകായുക്തയുടെ ദൂരം അറിഞ്ഞേ. റഹീം ഒന്ന് പറയൂ. അല്ല, നമ്മുടെ വിഷയം അതല്ലോ, നമ്മുടെ വിഷയം അതല്ലല്ലോ സി എ റഹീം. ഓപ്പറേഷൻ CMDRF പരിശോധന എന്തിനായിരുന്നു? റഹീമിന് പറയണമെങ്കിൽ നമ്മുടെ വിഷയം അതിലേക്ക് വരാം. അല്ല, നമ്മുടെ വിഷയം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയും അതിന്റെ വിശ്വാസ പ്രശ്നമാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. ഷെയ്ഖ് റഹീം, നമ്മുടെ വിഷയം അതല്ലല്ലോ, അത് വിടൂ. എന്റെ ചോദ്യം ഷെയ്ഖ് റഹീം, ഈ പറഞ്ഞ കേസർ എന്ന് പറയുന്ന നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇടപെട്ട PR ഏജൻസിക്കെതിരെ കേസ് എടുക്കും എന്ന് എ റഹീമെങ്കിലും ഒന്ന് പറയുമോ? അതിനുശേഷം താങ്കൾ ബാക്കി എല്ലാം പറഞ്ഞു, ഞാൻ മിണ്ടാതിരിക്കാം. അല്ല ഹാഷ്മി, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ എൻ്റെ പാർട്ടിയുടെ ഭാഗമായി നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടാണ് വന്നത്. അതെ. അപ്പോൾ എൻ്റെ പാർട്ടി എന്നെ അയച്ചത് വ്യക്തത വരുത്താനാണ്. അതിനിടയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ചോദ്യം എനിക്ക് കിട്ടി, ഞാനത് വിശദീകരിക്കട്ടെ. ഇല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വ്യക്തത വരുത്താനാണെങ്കിൽ ചോദിച്ചോളൂ. അല്ലാതെ തടസ്സപ്പെടുത്താൻ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാനങ്ങ് മാറി തന്നേക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരുന്നേക്കാം. നിങ്ങൾ പറഞ്ഞോ, ഇപ്പം തന്നെ വിലപ്പെടുത്തുന്ന സമയം പോയി. ഞാൻ വ്യക്തമാക്കാനാണല്ലോ വന്നത്, ഉത്തരവുള്ളതുകൊണ്ടാണല്ലോ വന്നത്. നിങ്ങൾ ഈ കേസൺ എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യമാണ് ഇന്നലെ ഹിന്ദു പറഞ്ഞത്. കേൾക്കൂ, ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ എവിടെയും ഈ സുബ്രഹ്മണ്യൻ എന്ന പേരില്ല. ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ എവിടെയും റിലയൻസ് എന്ന പേരില്ല. നിങ്ങൾ നോക്കൂ, അതിലുടനീളം പല കാര്യങ്ങളും സംശയിക്കേണ്ടതില്ലേ? ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സുബ്രഹ്മണ്യൻ ഉണ്ടെന്ന്, അത് ആരുടെ കണ്ടെത്തലാണ്? നിങ്ങളുടെ കണ്ടെത്തലാണ്. സുബ്രഹ്മണ്യൻ എന്നൊരാളുണ്ടെന്ന് ഹിന്ദു എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ഇന്നലെ വരെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? പ്രതിപക്ഷം പറഞ്ഞത് എന്താ? ഇത് ഏതോ ഒരു PR ഏജൻസി, നരേന്ദ്രമോദിക്കും RSSനും വേണ്ടിയെല്ലാം പണിയെടുക്കുന്നവർ, അവർ എന്ത് ചെയ്തു? അവർ ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ആദ്യം ഇപ്പോഴും പറയുന്നു, ഒരു PR ഏജൻസിയുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇനി രണ്ടാമതൊന്ന്, ഇപ്പോൾ നിങ്ങളെത്തിയിരിക്കുന്ന കൺക്ലൂഷൻ എന്താണ്? അതവിടെ ഉണ്ടായിരുന്നില്ല ഒരാൾ RSS നേതാവിൻ്റെ ആരുമല്ല, അതൊരു CPM നേതാവിൻ്റെ മകനാണ്. മുൻ MLA മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും CPMൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റംഗാണ്. പ്രധാനപ്പെട്ട നേതാവും ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ മകനെന്ന് പറയുന്നത് പണ്ട് മുതലേ SFIയും SFIയുടെ വളരെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അതിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അദ്ദേഹത്തിനെ കൊണ്ടുവന്നോ? ഇനി അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് അതിനെ കേസുമായി ചേർക്കുന്നു. ഇതെല്ലാം നിങ്ങളുണ്ടാക്കുന്ന സ്റ്റോറിയാണ്. നിങ്ങൾ അല്ല സാർ, അല്ല ശ്രീ റഹീം, ഞാൻ ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ പറഞ്ഞ അവാസ്തവമായതുകൊണ്ടാണ്. സുബ്രഹ്മണ്യനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയ താങ്കൾ പറഞ്ഞ അവാസ്തവമായതുകൊണ്ട് ഇടപെടുന്നതാണ്. അല്ല, താങ്കൾ തടസ്സപ്പെടുത്താൻ പറയുന്നതല്ല. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ അവരുടെ പൊളിറ്റിക്കൽ വിങ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന നിഖിൽ പവിത്രൻ എന്ന് പറയുന്ന നിഖിൽ പവിത്രൻ എന്ന് പറയുന്ന ഇവരുടെ പ്രസിഡന്റാണ്. സുബ്രഹ്മണ്യൻ സംസാരിച്ചു. സുബ്രഹ്മണ്യൻ ഒരു ചാനൽ സംസാരിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ പറയുന്നത് ഞാൻ ഇവരുടെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഏറ്റെടുക്കാറുണ്ട്. കാര്യം ഞാൻ PR മേഖലയിൽ നിൽക്കുന്ന ആളാണ്. PR മേഖല പറയട്ടെ, അത് പറയരുത്. എന്താ പറഞ്ഞുകൂടാ? അങ്ങ് കേൾക്കൂ. അല്ല, അങ്ങ് പറഞ്ഞു കേട്ടു, എനിക്ക് വ്യക്തത വന്നു. ഞാൻ വഴങ്ങി തന്നല്ലോ. ഹാഷ്മി, നിങ്ങൾ ഈ പറഞ്ഞ ആള്, എനിക്ക് ആ കേസിന്റെ മേധാവിയുടെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു. അത് എനിക്ക് വ്യക്തത വന്നു. ഞാൻ പറയട്ടേന്നേ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയട്ടെ. അങ്ങ് കേൾക്കേണ്ട കാര്യം അങ്ങ് കേൾക്കുന്നേ, നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ ലോജിക്ക് വേണ്ടേ? ഇപ്പോഴ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നയാൾ എവിടെയാണ് വർക്ക് ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ കയറുന്നൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ തന്നെ രാവിലെ മുതൽ 24 തന്നെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം റിലയൻസിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മുൻപ് ഐപാക്കിൽ ഉയർന്ന തലത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ് എന്നും നിങ്ങൾ പറഞ്ഞു. മുൻപ് ഐപാക്കിൽ വർക്ക് ചെയ്തിരുന്നയാൾ ഇപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്യുന്നയാൾ, അദ്ദേഹത്തിന് ഇപ്പോൾ എന്നിട്ട് നിങ്ങളും പറയുന്നു, ഇദ്ദേഹം നമ്മുടെ ഷഫീറും പറയുന്നു മറ്റേ കമ്പനിയുടെ ആളാണെന്ന്. ഇതിൽ ഏതാണ്? നിങ്ങൾ ആദ്യം വ്യക്തത വരുത്തുക. ആരോപണം എന്താണ്? ഓരോ ആളിനും നിങ്ങൾ എന്ത് ചാപ്പയാണ് ചാപ്പുന്നത്? ഇനി പറയട്ടെ, ഞാൻ കൺക്ലൂഷനിലേക്ക് പറയട്ടെ. ഞാൻ കൺക്ലൂഷനിലേക്ക് വരട്ടെ. പറയൂ, എന്താണ്? അതായത് ഈ പറയുന്ന ആളാണ് ഇതിന്റെ നമ്മുടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുള്ള കേൾക്കാൻ പറയുന്നത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് പരിഹരിച്ചു തരണേ പ്ലീസ്. ഷെയ്ഖ് റഹീം, ഇവിടെ ഈ പറയുന്ന ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ ദീർഘനാളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിന്റെ പ്രസിഡന്റ് പറയുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നു സുബ്രഹ്മണ്യനാണ് എന്ന് പറയുന്നു. സുബ്രഹ്മണ്യനും ഈ പറയുന്ന കീസ് ഗ്ലോബൽ CEO വിനീത് ഹാണ്ടയുമാണ് മുഖ്യമന്ത്രിക്കൊപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്നത്. എവിടാണ് പറയേണ്ടത് സാർ?
എവിടാണ് പറയേണ്ടത് എവിടെ പറഞ്ഞത്? ശ്രീ റഹീം? ഇയാള് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വിങ്ങായി പ്രവർത്തിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഞാൻ റഹീമിന് നിഖിൽ പവിത്രന്റെ നമ്പർ ഇട്ട് തരാം. ഞാൻ റഹീമിന് നിഖിൽ പവിത്ര നമ്പർ ഇട്ട് തരാം. ഈ കേസിന്റെ സുബ്രഹ്മണ്യം വിളിച്ച് ചോദിക്കുന്നു. പറയട്ടെ. അല്ല, ഒന്ന് കേൾക്കൂ റഹീം, സുബ്രഹ്മണ്യം വിളിക്കുമ്പോൾ സുബ്രഹ്മണ്യം പറയുന്നു, ഒന്ന് കേൾക്കൂ റഹീം. സുബ്രഹ്മണ്യം പറഞ്ഞു ഞാൻ അത്തരത്തിൽ അവരുടെ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാറുണ്ട് എന്ന് സുബ്രഹ്മണ്യം പറയുന്നു. സുബ്രഹ്മണ്യൻ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ PRIs 2 പേർ ഈ പറഞ്ഞ അഭിമുഖ സമയത്ത് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഹിന്ദു ദിനപത്രം. അവർ പറഞ്ഞിട്ടാണ് ഇത് എഴുതിയതെന്ന് പറയുന്നല്ലോ ഹിന്ദു ദിനപത്രം. റഹീമിന്റെ നേർക്കുനേർ ചോദ്യമാണ്, ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ കീസിനെതിരെ കേസെടുക്കണമെന്ന് പറയാൻ റഹീമിന് ധൈര്യമുണ്ടോ? ഒറ്റവാക്കിൽ ഇപ്പോൾ കീസിനെതിരെ കേസെടുക്കണമെന്ന് പറയാൻ ധൈര്യമുണ്ടോ റഹീമിന്? ഇപ്പോൾ പറയില്ല. കേൾക്ക്, അല്ലാതെ എക്കോ ആയിട്ട് വീണ്ടും ചോദിക്കണല്ലോ. ഒറ്റ ചോദ്യം മതി. ഞാൻ പറയട്ടെ, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ ശരിയാവും. ഇനി ഒരു അക്ഷരം വിടരുത് നിങ്ങൾ. ഇനി ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. ഹാഷ്മി പറയുന്നതിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കേൾക്കണം. ഹാഷ്മി എന്താ പറഞ്ഞത്? ഞാൻ ഹാഷ്മിയോട് ചോദിച്ചു, ഇത് ഈ പറയുന്ന കീസിനെതിരെ കേസെടുക്കുമെന്ന് പറയാൻ റഹീമിന് ആർജവും ധൈര്യവും ഉണ്ടോ? അതിനുശേഷം ബാക്കി എന്നെ ഭർത്തിച്ചോളൂ. പറയട്ടെ, അതിനുശേഷം എന്നെ മാധ്യമത്തിൽ പഠിപ്പിച്ചോളൂ. കീസിനെതിരെ കേസെടുക്കണമെന്ന് പറയാൻ നാടിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒരു ദേശീയ ദിനപത്രത്തിൽ ഉൾപ്പെടുത്തിയ ഈ പറയുന്ന സംഘങ്ങൾക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ റഹീമിന് മിനിമം ധൈര്യമുണ്ടോ ഒരു രാജ്യസഭ MP എന്ന നിലയ്ക്ക്? താങ്കൾ അത് പറഞ്ഞിട്ട് ബാക്കി മൊത്തം പറഞ്ഞു മിണ്ടായിരിക്കാം. എന്റെ ആദ്യം മുതലുള്ള ചോദ്യമാണിത്. താങ്കളത് പറയില്ല. എന്തുകൊണ്ടാണ്? ഇനി നിങ്ങൾ സംസാരിക്കാതിരിക്കും, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ബഹളം വെക്കാതിരിക്കും മനുഷ്യ. ഞാൻ പറയുന്ന കേൾക്കുങ്ങള്. ഹാഷ്മി അങ്ങ് കേൾക്കേണ്ട കാര്യം, ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് ഉത്തരമില്ല. അതിന് പകരം എന്നെ വെല്ലുവിളിക്കുകയാണ്. അതെന്ത് രീതിയാണത്? നിങ്ങൾ പറയുന്നത് ഞാൻ വളരെ കൃത്യമായി ഞങ്ങൾക്ക് ഈ കേസിനെ അറിയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു PR ഏജൻസി ഇല്ല. മുഖ്യമന്ത്രിക്ക് പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇടയ്ക്ക് ഇടപെട്ടാൽ ഞാൻ ചർച്ച ബഹിഷ്കരിച്ച് പോകേണ്ടി വരും. ഇടപെടരുത്. അങ്ങനെ ഒരു മറുപടി ഇല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ കീസിനെതിരെ കേസെടുക്കാൻ എന്ന് ഒറ്റ വാക്കിൽ താങ്കൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഈ കേസിനെതിരെ നാടിന്റെ മുഖ്യമന്ത്രി പറയാത്തവർക്കെതിരെ കേസെടുക്കണം എന്നൊരൊറ്റ വാക്കിൽ റഹീമിന് പറയാവുന്നേ ഉള്ളൂ, മുഖ്യമന്ത്രി ഓഫീസിന് പറയാവുന്നുള്ളൂ. അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് റഹീം എന്തല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് രണ്ട് വാക്യം ചോദിക്കുന്നു. കീസിനെതിരെ കേസെടുക്കണമെന്ന് പറയാതിരിക്കാൻ മാത്രം നിങ്ങളുടെ കാലിൽ കെട്ടിയിരിക്കുന്ന എന്താണ് റഹീം? ഒന്നുമല്ല ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് ഉത്തരം പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ബഹിഷ്കരണം. നിങ്ങൾക്കാണ് മറുപടി ഇല്ലാത്ത. എന്താണ് നിങ്ങൾക്കാണ് മറുപടി ഇല്ലാത്ത? എന്താണ് കേൾക്ക്. അല്ലാന്നേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നുണ്ടാ? നിങ്ങൾ ഞാൻ ചർച്ച ചെയ്യല്ലേ. ഞാൻ എങ്ങനെ ഹാഷ്മി എങ്ങനെ പറയണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ അവകാശമില്ലല്ലോ. ഹാഷ്മി ഒന്ന് ബഹളം വെക്കാതിരിക്ക്. ഹാഷ്മിക്ക് എൻ്റെ ചർച്ചയിൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ബഹളം വെക്കാതിരിക്കണം. ഹാഷ്മി ഇങ്ങനെ വിരുവിരെ കസേരയൊക്കെ പുറകിലോട്ടിട്ട് വല്ലാതെ അസ്വസ്ഥനായിട്ടൊന്നും കാര്യമില്ല. അങ്ങ് ഞങ്ങൾ ഹിന്ദു ദിനപത്രത്തില് വീണ്ടും പറയുന്നു, നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നതെന്ന് എങ്ങനെ ഉച്ച വയ്ക്കുന്നേ? അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇടയ്ക്ക് ഇടപെടരുത്. പാസീവ് കമൻട്രി അങ്ങ് പറയാണ് വെറുതെ. ഒന്ന് കേൾക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു PR ഏജൻസി ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ കേസിൻ്റെ പേര് ആരോപിച്ചത് ഹിന്ദുവാണ്. ഹിന്ദുവിന് വേണമെങ്കിൽ ഹിന്ദു കേസ് കൊടുത്തോട്ടെ. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ അറിഞ്ഞൂടാത്തൊരു കമ്പനിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കേണ്ട കാര്യം? എന്ത് കാര്യമുള്ളത്? ഇനി ഞാൻ 24-നോട് ചോദിക്കുന്നു, 24 ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ പറ, ജനങ്ങളോട്, പ്രേക്ഷകരോട് പറ, ഇന്നേ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് ഏതെങ്കിലും ഒരു PR ഏജൻസി നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? 24 കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലാണല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ PR ഏജൻസിയെ കൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ PR ഏജൻസി ആവശ്യമില്ല. എനിക്ക് നന്നായി അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കുന്ന ഒരു PR ഏജൻസിയുടെ കാര്യമില്ല. ശ്രീ റഹീം, എന്റെ ചോദ്യം അതാണ്. ദ ഹിന്ദു എന്ന് പറയുന്ന പാരമ്പര്യമുള്ള കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം ഇന്നലെ പറയുന്നു, ഇന്ന് അവർ അവരുടെ പത്രത്തിൽ അവരുടെ രേഖാമൂലം അവർ എഴുതിയിടുന്നു. കെയ്സൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി അവരെ സമീപിച്ചു. മുഖ്യമന്ത്രി പറയാത്ത സംഘപരിവാർ വെർഷൻ എഴുതി ചേർക്കാൻ അവരെ ഒരാൾ രേഖാമൂലം എഴുതി കൊടുത്തു. അവർ ഇത് പൊതുസമക്ഷത്തിലുള്ള കാര്യമാണ്. നാടിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. റഹീമിന് കേസില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കേസില്ല, CPM കേസില്ല.
റഹീമെ മനസ്സിലാവുമേ നാട്ടുകാർ കാര്യം? ആര് കൊടുത്തുന്ന്? കേസൻ കൊടുത്തു. ആര് കൊടുത്തുന്ന്? അല്ല ഹാഷ്മി ചോദിച്ചല്ലോ. ഞാൻ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് ക്ലാരിറ്റി വരുത്താം. എൻ്റെ ഭാഗം കേൾക്ക്. അങ്ങ് പറഞ്ഞത് ഞങ്ങളും ഹിന്ദുവും തമ്മിലാണ് ഉടമ്പടി. എന്തുടമ്പടി? നേരിട്ട് ഞങ്ങളൊരു ഇന്റർവ്യൂ കൊടുക്കുന്നു, ഹിന്ദു ഇന്റർവ്യൂവിന് വരുന്നു, ഞങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നു, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് എല്ലാ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുമല്ലോ, എല്ലാം റെക്കോർഡ് ചെയ്യുമല്ലോ. മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദു പറയുന്നു മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഇങ്ങനെ പറയട്ടേന്നേ ഇങ്ങനെ സംഭവിക്കാനിടയായ ഞങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ ഹിന്ദുവിനെ ഏതെങ്കിലും ഒരു കമ്പനി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു കേസിലൂടെ സാറേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ടുപേർ ഇരിപ്പുണ്ടെന്ന് ഹിന്ദു പറയുകയാണ്. ഏർപ്പെടുത്താത്ത ഒരു കമ്പനി കേസ് കൊടുക്കേണ്ട കാര്യം കേസ് കൊടുക്കേണ്ട കാര്യം ഞാൻ പറയാം. ഹിന്ദു പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്ന ഈ സമയത്ത് ഈ രണ്ടുപേർ മുഖ്യമന്ത്രിക്കൊപ്പം അവിടെ ഉണ്ട്. ഒരു ബന്ധവുമില്ലാത്ത രണ്ടുപേരാണ് എന്തിനാണ് മുഖ്യമന്ത്രിക്കൊപ്പം അവിടെ ഇരിക്കുന്നത്? ഇതിൽ ഒരാൾ രേഖാമൂലം എഴുതി കൊടുക്കുകയാണ്. എന്താണ്? മലപ്പുറത്ത് കിട്ടുന്ന പണം മൊത്തം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കാണെന്ന് എഴുതി ചേർക്കണം ഓൺ ബിഹാഫ് മുഖ്യമന്ത്രി. അങ്ങനെയാണ് ഹിന്ദു പറയുന്നതാണ്. എന്നാൽ ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കോ റഹീം? സ്വീകരിക്കണോ? പോട്ടെ, കേസ് നിങ്ങൾക്കറിയാത്തവർ ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കോ റഹീം? അങ്ങ് ഒരു മിനിറ്റ്. അല്ല, തിരുത്തിയില്ലായിരുന്നെങ്കിൽ നിയമ നടപടി സ്വീകരിച്ചേ. തിരുത്തിയിട്ടില്ലാന്നേ. ഹിന്ദുവിനെതിരെ തിരുത്തിയിട്ടില്ല. നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ തിരുത്തിയിട്ടില്ല. ഹിന്ദു ഇന്നത്തെ പത്രത്തിൽ ഇല്ലെന്നേ. ഇന്നത്തെ പത്രത്തിൽ എഴുതുകയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ ഈ രണ്ട് PR ഇരിപ്പുണ്ട് റഹീം. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ കെൻസന്റെ പ്രതിനിധികളായി ഈ രണ്ട് PR റിപ്പോർട്ട് ആരൊക്കെയാണ്? വിനീത് ഹാണ്ടേം ആരൊക്കെയോ രണ്ടുപേർ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ഹിന്ദു പറയുന്നതാ. അത് കള്ളമാണെങ്കിൽ ഹിന്ദുവിനെ നിയമ നടപടി സ്വീകരിക്കോ? ഹാഷ്മി പറയുന്നത് പിശകാണ്, വസ്തുതാവിരുദ്ധാണ്. അല്ല ഹാഷ്മി പറയുന്നത് വസ്തുതാവിരുദ്ധാണ്. അങ്ങ് കേൾക്കണം, നിങ്ങൾ കേൾക്ക്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരാളൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ, ഹിന്ദുവിനാകട്ടെ ഇന്ത്യൻ എക്സ്പ്രസിനാകട്ടെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് പോയിട്ടാണ് പിന്നെ വർത്തമാന പത്രങ്ങളിൽ എഴുതുക. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഭാഗത്ത് ഇല്ല ഇങ്ങനെ ഒരു കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പിന്നീട് ചേർത്തു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തീർന്നല്ലോ. ഹിന്ദുവിന്റെ കുറിപ്പ് വായിച്ചത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവർ ജേർണലിസ്റ്റ് ഇന്റർവ്യൂഡ് ദ CM at Kerala House at 9 AM on September 29, where two representatives of the PR agency were also present along with the CM. ഹിന്ദു പറയുന്നു അവർ ജേർണലിസ്റ്റ് ഇന്റർവ്യൂഡ് ദ CM at Kerala House at 9 AM on September 29, where two representatives of the PR agency were also present along with the CM. ഇന്ന് പത്രത്തിൽ എഴുതിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അഭിമുഖം നടത്തുമ്പോൾ ഈ കെൻസൺ ഏജൻസിയുടെ രണ്ടുപേർ മുഖ്യമന്ത്രിക്കൊപ്പം അവിടെയുണ്ട്. താങ്കൾ പറയുന്ന പ്രശ്നമാണ് ശരിയെങ്കിൽ ഹിന്ദു പറയുന്നത് കള്ളമാണ് അല്ലേ? അപ്പൊ ഹിന്ദുവിനെ നിയമ നടപടി സ്വീകരിക്കുമോ റഹീം? അല്ല അങ്ങ് കേൾക്ക്, ഒരു കാര്യം കേൾക്ക്. മുഖ്യമന്ത്രിക്ക് ഈ കാര്യം അവരോട് പറയണമായിരുന്നുവെങ്കിൽ, ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്തണമായിരുന്നുവെങ്കിൽ, അങ്ങ് ലോജിക്കലായി ചിന്തിക്കണം. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഉൾപ്പെടുത്തണമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ തന്നെ പറയാമായിരുന്നു. ബാക്കിയെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഇതുകൂടി പറയാലോ. 2, ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരാൾ പറഞ്ഞതെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ PM മനോജ് കത്തയക്കേണ്ട കാര്യമുണ്ടോ? ഇനി പോട്ടെ, എന്റെ ചോദ്യം നമുക്ക് മനസ്സിലാവാത്തതല്ലോ സാർ. എന്റെ ചോദ്യം നമുക്ക് മനസ്സിലാവാത്തതല്ല. എന്റെ ചോദ്യം ദ ഹിന്ദു എന്ന് പറയുന്നു ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പത്രം പറയുന്നു. അല്ലല്ല, ഹിന്ദു നൂറ്റാണ്ട് പത്രം പറയുന്നു നാടിന്റെ മുഖ്യമന്ത്രിയുമായി ഹിന്ദുവിന്റെ ജേർണലിസ്റ്റ് പത്രസമ്മേളനം നടത്തുമ്പോൾ രണ്ടുപേർ അവിടെയുണ്ട്. അവരാരാണ്? ഈ പറയുന്ന PR ഏജൻസി 2 ആൾക്കാരാണെന്ന് പറയുന്നു. അതിലൊരാളാണ് രേഖാമൂലം എഴുതി കൊടുത്തത്. ഈ രണ്ടുപേർ അവിടെ ഉണ്ടെന്ന് ഹിന്ദു പത്രത്തിൽ എഴുതുന്നതാണ്. റഹീം പറയുകയാണ് ഹിന്ദു പറഞ്ഞ നുണയാണെന്ന് പറയുകയാണെങ്കിൽ ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ റഹീം? അല്ല, ഹിന്ദുവിനെതിരെ ഹിന്ദു ആദ്യം എഴുതിയ, നിങ്ങൾ പറയുന്ന നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പത്രം ലെഗസിയാണ് പറയുന്നത്. ആ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പത്രം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത് PR ഏജൻസി വഴിയിട്ടാണ്. അങ്ങനെ ചോദ്യം മനസ്സിലാവത്തല്ല. ഞാൻ ചോദിക്കുന്നത് ഹിന്ദു പറയുന്നു പശ്ചാത്തലത്തിൽ പുതിയ ഡെവലപ്മെന്റ് അല്ല. ഇന്നലെ
ഇത് പുതിയ ഡെവലപ്മെന്റ് അല്ലെന്നേ. ഇത് ഇന്നലെ ഉണ്ടായ ആഖ്യാനമാണ്. ഇന്ന് ഹിന്ദു ദിനപത്രത്തിൽ വന്നതാണ്. അങ്ങ് കേൾക്ക്. രണ്ടുപേർ അവിടെ കൂടെയുണ്ട്. രണ്ടുപേർ ശ്രീ റഹീം അങ്ങേക്ക് പറഞ്ഞുകൂടെ ഹിന്ദു ദിനപത്രം പച്ചക്കള്ളം ഇത്തരത്തിൽ നാടിന്റെ മുഖ്യമന്ത്രിയെ ടാർണിഷ് ചെയ്യാൻ എഴുതിയതാണെങ്കിൽ ഹിന്ദുവിന്റെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അങ്ങേക്ക് പറഞ്ഞുകൂടെ? എന്തുകൊണ്ടാണ് അങ്ങ് പറയാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് കെൻസറിന്റെ ഒരു അന്വേഷണം വേണ്ടെന്ന് പറയാൻ മടിക്കുന്നത്? വേണ്ട എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ശ്രീ റഹീം. അല്ല അങ്ങ് ഞാൻ ബഹളം വെക്കുന്നതാണ്. ബഹളം വെക്കാതെ ഞാൻ പറയാം. അല്ല ബഹളം വെക്കാതിരുന്നാൽ ഞാൻ പറയാം. അങ്ങ് ഇടയ്ക്ക് ഇടപെടാതിരുന്നാൽ മതി. അല്ല അങ്ങ് കേൾക്ക്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ഒരു കുരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നിർത്ത്. ആഷ്മി, ഞങ്ങളുടെ മുമ്പിലുള്ള രണ്ട് പ്രശ്നമാണ് ഇപ്പോൾ. ആദ്യം ഉയർന്നു വന്ന പ്രശ്നം എന്തായിരുന്നു? അപകടകരമായൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയതായി ഹിന്ദു ദിനപത്രം അഭിമുഖത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തു. അതിനെതിരെ ഞങ്ങൾ ഔദ്യോഗികമായി അവർക്ക് കത്തയച്ചത്. എന്തോ പ്രശ്നമുണ്ട്. റഹീം മതനിരപേക്ഷ സർക്കാർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു സർക്കാർ. റഹീം അല്ലല്ല പുതിയ പ്രശ്നമല്ല, പഴയ പ്രശ്നം. മതനിരപേക്ഷ സർക്കാർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു സർക്കാർ. ആ സർക്കാരിന് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം നാടിന്റെ സോഷ്യൽ ഹാർമണി തകർക്കാനും മറ്റിൽ ഒരു പത്രത്തിൽ വരുന്നു. ആ പത്രത്തിൽ വരുന്നതിൽ ഒരു പരിശോധനയും വേണ്ട എന്ന് റഹീം പറഞ്ഞാൽ ഓക്കെ, ഞാൻ വിട്ടു. അങ്ങനെയുള്ള ഇതിൽ സർക്കാർ ഭാഗത്ത് ഒരു പരിശോധന വേണ്ട, അത് മൊത്തം ഹിന്ദുവിന്റെ ഉത്തരവാദിത്തമാണ്. ഹിന്ദുവിനെ നിയമം പറയില്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ മേൽ ആരോപിക്കരുത്. ഞാൻ പറയാത്ത കാര്യം എന്റെ മേൽ ആരോപിക്കരുത്. അങ്ങ് കേൾക്ക്. ഞാൻ അതിൽ പരിശോധന എന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾ നിയമ നടപടികളിലേക്ക് കടന്നു. ഹിന്ദുവിന്റെ ആ പരാമർശം മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതിൽ ഉൾപ്പെടുത്തിയതിന്റെ നിയമ നടപടിക്ക് കടന്നു. എന്താ നിയമ നടപടിയുടെ ആദ്യ ഭാഗം? നിയമ നടപടിയുടെ ആദ്യ ഭാഗമാണ് ഞങ്ങൾ കത്തയച്ചത് അവർക്ക്. ആ കത്ത് ഞങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത്. അതല്ലേ പറഞ്ഞില്ലേ ഞങ്ങൾ മുഖ്യമന്ത്രി പിശകാണ്. ആ പിശകിന് അവർ പറയുന്ന കാരണമാണ് അങ്ങ് കേൾക്കുന്ന നിയമ നടപടിയുടെ ആദ്യ ഘട്ടാണ്. അവരത് തിരുത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിയമ നടപടി മറ്റ് നടപടികളിലേക്ക് പോയനെ. തിരുത്തിയിട്ടില്ല റഹീം. അവര് തിരുത്തിയിട്ടില്ല റഹീം. ഞാൻ പിന്നെയും പറഞ്ഞു, താങ്കൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, താങ്കൾ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നു. നേരിട്ട് കീസൺ എന്ന് പറയുന്ന PR ഏജൻസി 2 പേർ നാടിന്റെ മുഖ്യമന്ത്രിയുടെ അഭിമുഖ സമയത്ത് അവിടെയുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യം നാടിനെ വിട്ടുകൊടുക്കാൻ പറ്റിയ പ്രസ്താവന അവിടെ എഴുതി കൊടുക്കുന്നു. റഹീം എഴുതി കൊടുക്കുന്നു അവിടെ. ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം മുഖ്യമന്ത്രി പറയാത്ത കാര്യം അല്ലേ? തർക്കമില്ലല്ലോ. മുഖ്യമന്ത്രി പറയാത്ത കാര്യമൊന്നല്ലേ? മുഖ്യമന്ത്രി ഹാഷ്മി സർ, താങ്കൾക്ക് കേസിനെ വിശ്വാസമാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വാസം റഹീം. അതെ, അപ്പൊ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്ത ഈ കാര്യം പറഞ്ഞ് ഹിന്ദു പത്രത്തിനെതിരെ ലീഗൽ ആക്ഷൻ സ്വീകരിക്കുമോ ശ്രീ റഹീം? ലീഗൽ ആക്ഷൻ സ്വീകരിക്കുമോ റഹീം? ലീഗൽ ആക്ഷൻ സ്വീകരിക്കുമോ? നിങ്ങൾ കേൾക്ക്. നിങ്ങൾ ഈ ചോദ്യത്തില് നിങ്ങളൊരു ഹല ഹാഷ്മി, നിങ്ങൾ ഇപ്പോൾ ലീഗൽ ആക്ഷൻ 3 തവണ ചോദിച്ചു. ഇനി ഇതിനിടയിൽ ഞാൻ അതിന് മറുപടി പറയാം. നല്ല കേൾവിശക്തി ഇപ്പം എനിക്കുണ്ട്. നിങ്ങൾ ചോദിച്ച് മനസ്സിലായി. ഇനി ഇടയ്ക്ക് ഇടപെടരുത്. ഞാനതാ പറഞ്ഞത്. ഞങ്ങൾ ആദ്യം വന്ന പ്രശ്നം എന്തായിരുന്നു? ഈ അഭിമുഖത്തിൽ ആദ്യം വന്ന പ്രശ്നം ഞങ്ങൾ പറഞ്ഞു ഹിന്ദു എന്നവർ സമ്മതിച്ചു. രണ്ടാമത്തെ പ്രശ്നമാണ് അതിന്മേലുള്ള നിയമ നടപടി CM ഓഫീസ് CMOയിൽ നിന്ന് ആലോചിച്ച് നിങ്ങളെ അറിയിക്കും. എനിക്ക് അത് മതി. ഈ ഉത്തരം മതി. അതിന് നിയമ നടപടി ഈ ഉത്തരം മാത്രമേ ഞാൻ ആദ്യം മുതൽ സാർ ഒറ്റ വാക്കിൽ ഈ സാധനം പറയാവുന്നേ ഉള്ളൂ. അതിന് നിയമ നടപടി സ്വീകരിക്കും, CM ഓഫീസ് എടുക്കും എന്ന് പറഞ്ഞാൽ മതി. അത് തീർന്നല്ലോ. ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ സുരേഷ് ഞാനത്താമേ BR ഞാനത്താമേ പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. അല്ല ശ്രീ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ആദ്യ പ്രശ്നം, ഞങ്ങളുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്വേഷം ജനിപ്പിക്കുന്ന ഒരു പരാമർശം CM പറഞ്ഞുവെന്ന് ഹിന്ദു അച്ചടിച്ചതാണ്. അതായിരുന്നു ഞങ്ങളുടെ പ്രൈം ഇഷ്യൂ. ആ കൺസേണിൽ ഇവിടെ പരിഹാരം ഉണ്ടായിരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ പറയുന്ന PR ഏജൻസിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് സംബന്ധിച്ചുള്ള വിശദീകരണവും നിങ്ങൾ ചോദിച്ച നിയമ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും CMOയിൽ നിന്ന് പിന്നീടുണ്ടാകും. ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും പ്രഥമ അതാ പ്രശ്നം. അടിയന്തരമായി ഉണ്ടാകണം. നാടിന്റെ മുഖ്യമന്ത്രി അഭിമുഖം നടത്തിയിരിക്കുന്ന 2 പേർ ആരാണെന്ന് അന്വേഷിക്കണം. അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അന്വേഷിക്കണം.
അവരുടെ ആരുടെ കാശ് വാങ്ങിയാണ് നാടിനെ വെട്ടിക്കീറാനുള്ള ഇന്ധനം പത്രത്തെ എഴുതി കൊടുത്തതെന്ന് അറിയണം. അവരെങ്ങനെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നു എന്ന് അന്വേഷിക്കണം. എല്ലാ കാര്യം പരിശോധിക്കണം. അത്രേ പറഞ്ഞുള്ളൂ. ശരി, താങ്ക് യു. അല്ല, നിയമ നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ അവസാനമെങ്കിലും പറഞ്ഞല്ലോ. നന്ദി ശ്രീ റഹീം. ശരി, ഞാൻ എത്താമേ. ശ്രീ പി വി അൻവർ, അല്ല സി സുരേഷ്, ഞാൻ എത്താം. ശ്രീ പി വി അൻവർ, ഇവിടെ ഇത്രയും ദിവസമാകുന്നു ഒരു കീസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി ഉണ്ടാകുന്നു. അതിൽ ഹിന്ദു എന്ന പത്രത്തിന് കൊടുക്കുന്ന ഒരു അഭിമുഖം ഉണ്ടാകുന്നു. ഇത്രയും മണിക്കൂറായി കീസൺ ആരാണ്, കീസൺ എന്താണ്, അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നവർ ആരൊക്കെയാണ്, എന്താണ് അവരുടെ താല്പര്യം എന്നിപ്പോഴും നമുക്ക് മുന്നിൽ അവ്യക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പി വി അൻവർ? അല്ല, അത് കിസാന് ഒരു പക്ഷേ ഭാരതീയ കിസാൻ സഭ അതായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ വിടാം. എനിക്ക് ആശ്മിയോട് പറയാനുള്ളത്, എന്തിനാണ് ആശ്മി ഇതിന് സമയം കളയുന്നത്? ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായില്ലേ? PR ഏജൻസി ഏതാണെന്ന് പറയാൻ പറ്റില്ല, അതിൽ പങ്കെടുത്തവരാരാന്ന് പറയില്ല. ഇതൊന്നും ഇനി നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഹിന്ദു പത്രത്തിന് ഈ ഇൻ്റർവ്യൂ കൊടുത്ത് ആ പത്രം അച്ചടിച്ച് ഇന്ത്യയിൽ മുഴുവൻ പ്രചരിച്ച് ഏകദേശം ഒരു 15 മണിക്കൂർ കഴിയുമ്പോഴാണ് രാത്രി 8:30 മണിക്ക് കോഴിക്കോട് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തി കാണിച്ച് മാമി കേസിൽ ഇതെന്താണെന്ന് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ തെറ്റ് പറ്റിയിരുന്നാണെങ്കിൽ ഈ പത്രം ഇറങ്ങിയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന പത്രക്കുറിപ്പ് വരണ്ടേ? ഇത് CM പറയാത്തൊരു കാര്യമാണ്. ഇത് പത്രത്തിന് പറ്റിപ്പോയ തെറ്റാണ്, അത് പത്രം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. 30 മണിക്കൂറിന് ശേഷമാണ് പത്രം അച്ചടിച്ച് ഇറങ്ങി 30 മണിക്കൂറിന് ശേഷമാണ് ഈ വിഷയം ഒരു വലിയ ചർച്ചയാവുന്നത്. ആ ചർച്ചയായതിന് ശേഷമാണ് ഇങ്ങനെ ഒരു PR ഏജൻസി നടത്തിയ ഒരു ഗെയിമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി CMO വരുന്നതും ഹിന്ദു പത്രത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കുറിപ്പ് കാണിക്കുന്നതും. അതിൻ്റെയൊക്കെ എന്താ പറയുക, നിജസ്ഥിതി എന്താണെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ റഹീം തന്നെ പറഞ്ഞു ഇതിൻ്റെ റെക്കോർഡ് ഉണ്ടാകും. റെക്കോർഡ് ഹിന്ദുവിൻ്റെ അടുത്ത് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ റെക്കോർഡ് പുറത്തു വിടാൻ CMO തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഈ വിഷയം ഉന്നയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കൊന്ന് തരുമോ? കാരണം അതൊന്ന് ഫോറൻസിക്കിന് കൊടുത്തു നോക്കാം. ഈ റെക്കോർഡിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമില്ല എന്നാണല്ലോ പറയുന്നത്. ഇനി ആ റെക്കോർഡിൽ അത് വെട്ടിത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോറൻസിക് പരിശോധനയിലാകും. അതിന് തയ്യാറുണ്ടോ? ഈ 2 ചോദ്യമാണ് അതിനുള്ളത്. മറ്റൊരു കാര്യം, ഇതാദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. ഹിന്ദു പത്രത്തിനോട് പറയുന്നതിന് മുമ്പ് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഈ കള്ളക്കടത്തുകാരുടെ പുറകിലാണ് എന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഇത് മലപ്പുറത്താണ് ഈ പറയുന്ന കള്ളക്കടത്ത് കേസിൽ 129 കേസും പിടിക്കപ്പെട്ടത് മലപ്പുറത്ത് നിന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പറയുന്ന കണക്കുകളൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഹിന്ദുവിനോട് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ ഇതൊക്കെ ആൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും മലപ്പുറത്തെയും മലബാറിലെയും മുസ്ലിം സമുദായം വർഗീയവാദികളാണ് എന്ന് ക്ലിയർ ചെയ്യാനും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സന്തോഷിപ്പിക്കാനുമല്ലോ ഹിന്ദു പത്രത്തിൽ പോയത്. കേരളത്തിലൊരു പത്രത്തിന് എന്താ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കാത്തത്? ആ പത്രക്കാർ ചോദിക്കും. ഹിന്ദു ആകുമ്പോൾ അറേഞ്ച്ഡ് ഒരു ഇൻ്റർവ്യൂ ആകുമ്പോൾ എഴുതി തയ്യാറാക്കിയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് പോന്നാൽ മതി. ഇത് കേരളത്തിൽ ആരും കാണൂല. ഈ പത്രം എത്ര പേര് കേരളത്തിൽ വായിക്കുന്നുണ്ട്? അവരൊന്നും രാഷ്ട്രീയത്തിൽ വായിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ താല്പര്യം വളരെ കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അതങ്ങനെ മൂടിപ്പോകും. BJPയും RSS നേതൃത്വത്തെയും സന്തോഷിപ്പിക്കാൻ ഈ പത്രം ഇറങ്ങിയ അന്ന് രാവിലെ തന്നെ ആ പത്രം എടുത്ത് കാണിക്കേണ്ടത്. ഇന്നിപ്പോ റഹീം ഇതുവരെ ഇന്നലെ മുതൽ നമ്മൾ ചോദിക്കുന്നു, എല്ലാവരോടും ചർച്ചയിൽ വരുന്ന പ്രതിനിധികളോട് ചോദിക്കുന്നു, മന്ത്രിമാരോട് ചോദിക്കുന്നു, എല്ലാവരോടും ചോദിക്കുന്നു, ആരും പറയുന്നില്ല, അന്വേഷിക്കുന്നു. പക്ഷേ ഇന്ന് ഈ വൈകുന്നേരമാകുമ്പോഴേക്കും ചർച്ചയിൽ റഹീം MP പറയാൻ ധൈര്യം കാണിക്കുകയാണ്. അതിൽ പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും. അത് വിശ്വസിച്ചുകൂടെ അൻവർ? നമ്മൾ ബ്രേക്കിംഗ് കൊടുക്കുന്നുണ്ടോ സാധനം? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായ ധാരണ വേണം. ഞാൻ പറഞ്ഞത് അല്ല ഹാഷ്മി, ഒരു മിനിറ്റ് എന്ത് വളച്ചൊടിച്ച് ഒന്നും വളച്ചൊടിച്ചില്ല. താങ്കൾ പറഞ്ഞാണ് പരിശോധിച്ച് അന്വേഷണം. ശ്രീ പി വി അൻവർ, ഞാനെന്ന് ഹാഷ്മിയോട് ഒരു കാര്യം തിരുത്താൻ വേണ്ടിയിട്ടാണ്.
അല്ല അങ്ങ് കേൾക്ക്, അങ്ങ് ബഹളം വെക്കാതിരിക്കെ. ഞാൻ കഷ്ടമാണ് സാങ്കേതിക പ്രശ്നം. ഇല്ല എന്തോ ചെറിയ പ്രശ്നമുണ്ടോ? ഇവനെ ക്ഷമിക്കണം. താങ്കൾ പറഞ്ഞാണ് പരിശോധിച്ച അന്വേഷണം. താങ്കൾ പറഞ്ഞതാണ് പരിശോധിച്ച അന്വേഷണം. ഒരു വളച്ചൊടിക്കലുമില്ല, ഒരു വളച്ചൊടിക്കലില്ല. പി വി അന്നൂർ പറഞ്ഞോളൂ, അന്നൂർ പറഞ്ഞോളൂ. അങ്ങനെയല്ല ഞാൻ ചർച്ചയ്ക്ക് വന്നതല്ല. ഒരു ഞാൻ മിനിറ്റ്. പറയാം. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ അല്ല, ഉണ്ടായിരുന്ന ആശ്മി, ഒരു ഗുരുതരമായ മിനിറ്റ്. പ്രശ്നം അല്ല, മനസ്സിലായി. വിദ്വേഷജനകമായ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞതാണ് മുഖ്യമന്ത്രി പറഞ്ഞു. പറയട്ടെ. ശരി, രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ PR ഏജൻസി തിയറിയാണ്. ആ PR ഏജൻസി തിയറിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വളരെ കൃത്യമായി ആവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കും. എന്റെ പൊന്നേ റഹീമെ, താങ്കൾക്ക് ഒരു പരിശോധന ഉണ്ടാകുമെന്നും ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്താണ്? താങ്കൾ ഒരു MP അല്ലേ? താങ്കൾ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവല്ലേ? നാടിനെ ബാധി ഇത്ര ഗുരുതരമായ പ്രശ്നത്തിൽ ഒരു പരിശോധന ഉണ്ടാകും, ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്താണ്? അത് തിരുത്തുന്നത് എന്താണ് താങ്കൾ? എന്ത് കഷ്ടമാണ്! എന്താണ് ശ്രീ എ റഹീം? ശ്രീ പി വി എന്നെ പറഞ്ഞു പൂർത്തിയാക്കോളൂ. എന്ത് സാങ്കേതിക പ്രശ്നം ഉണ്ടാവും, ക്ഷമിക്കണം. ശ്രീ പി വി എന്നെ പറഞ്ഞു പൂർത്തിയാക്കോളൂ. കഷ്ടത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഞാൻ അപ്പോൾ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. അല്ല ആശ്മി, ഞാൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ചർച്ചയ്ക്കില്ല, ഞാൻ ചർച്ചയ്ക്ക് വന്നതല്ല. എന്താ അറിയോ ഇതെന്ന് പറഞ്ഞാൽ, സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ കിട്ടും, അപ്പോൾ താങ്കളുടെ അടുത്ത് അവസാനിപ്പിക്കാം. ഇപ്പോൾ താങ്കൾ ഇതിനിടയ്ക്ക് വരുമ്പോൾ സ്വാഭാവികം അങ്ങനെ ഇടപെടൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ശ്രീ പി വി അൻവർ, എൻ്റെ ഒറ്റ ചോദ്യം കൂടി. നാളെ DGPയുടെ റിപ്പോർട്ട് നിയമസഭയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ താങ്കൾ ആദ്യ 2 ദിവസം സഭാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് കേൾക്കുന്നുണ്ട്. DGPയുടെ റിപ്പോർട്ടിൽ പ്രതീക്ഷ ഇപ്പോൾ ഇന്ന് ബിനോയ് വിശ്വം CM-നെ കണ്ടു, സ്വാഭാവികമായും ADGP മാറണമെന്ന് ആവശ്യപ്പെടാനായിരിക്കും. നാളത്തെ റിപ്പോർട്ടിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ആദ്യ 2 ദിവസം തന്നെ ആദ്യ ദിവസം സഭാസമ്മേളനത്തിലേക്ക് എത്തുമോ അൻവർ? ഇത് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, ഹെഡ് മാസ്റ്ററുടെ പരാതി അന്വേഷിക്കാൻ, ഹെഡ് മാസ്റ്ററെ പറ്റിയുള്ള പരാതി അന്വേഷിക്കാൻ പ്യൂണിനെയും അധ്യാപകനെയും സ്കൂളിൽ ബെല്ലടിക്കുന്നവനെയും ഏൽപ്പിച്ചിട്ട് വരുന്ന റിപ്പോർട്ടല്ലേ. അത് 2024 ഏറ്റവും വലിയ തമാശയാവുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ, അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടാൻ പോകുന്ന എന്താ, അദ്ദേഹത്തെ ഈ കസാലയിൽ നിന്ന് അടുത്ത കസാലയിലേക്ക് മാറ്റിയിരുത്തി, ഈ AC റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ഇരുത്തി. അതുകൊണ്ടാകുമായിരിക്കാം, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് അന്വേഷണം തന്നെ നടക്കുന്നില്ലല്ലോ. ഇന്നലെ വരിക DYSP എൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് മൊഴിയെടുക്കാൻ, ഇന്ന് റിപ്പോർട്ട് കൊടുക്കാൻ. വിജിലൻസിന് DYSP ഇന്നലെ എൻ്റെ അടുത്ത് വരുന്നത് ഈ കാര്യത്തിൽ മൊഴിയെടുക്കാൻ, എന്നിട്ട് ഇന്ന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഞാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ആ കൊടുത്ത പരാതി തന്നെ പിൻവലിക്കാൻ നിൽക്കുക. എന്തിനെങ്ങനെ ഫൂളാവുന്നത്? കോടതിയിൽ വല്ലതും നടക്കുമെന്ന് നോക്കട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ സേനവർ, താങ്കൾ എത്തിയത് എന്താണ് നമ്മുടെ സംവിധാനം അങ്ങനത്തെ വൈകിയതാണ്, എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഇടവേളയിലേക്ക് പോകണം. താങ്ക് യു അൻവർ. നമുക്ക് കുറച്ചൊരു വിശ്വാസം സംസാരിക്കാം. ഞാൻ താമറഹിം. ശ്രീ സുരേഷ്, ഈ പറയുന്ന കീസൺ എന്ന് പറയുന്ന ഈ ഏജൻസിയുടെ RSS ബന്ധം, സംഘപരിവാർ ബന്ധമൊക്കെ പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാക്കൾ അടക്കം പറഞ്ഞു. താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ? ആരാണ് ഇവർ എന്ന് അറിവുണ്ടോ? താങ്കൾക്ക് എത്താൻ വൈകി എങ്കിലും ശ്രീ എസ് സുരേഷ്. ശ്രീ ഹാഷ്മി, ഈ ചർച്ച അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങ് എത്ര മണിക്കൂർ ശ്രീ A റഹീമിന് കൊടുത്താലും A റഹീമിന് ഇതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം ഈ 2 റിലയൻസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെയും അതോടൊപ്പം തന്നെ കൈസൻ്റെ MD-യെയും പിടിച്ചിരുത്തി മാധ്യമം ദ ഹിന്ദു പത്രത്തിന് മുഖാമുഖം കൊടുത്ത പിണറായി വിജയന് ഇത് ഉത്തരം പറയാൻ കഴിയാത്ത സാധനത്തിൽ ഇനി ഇതൊന്നും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത A റഹീം ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിച്ച് 45 മിനിറ്റാണ് അങ്ങ് കളഞ്ഞത്. അതേസമയത്ത് അങ്ങ് റിലയൻസ് മുതലാളി അംബാനിയുടെ ജീവനക്കാരനായിട്ടുള്ള സുബ്രഹ്മണ്യത്തെ വല്ലതും വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ A റഹീം പിണറായി വിജയൻ്റെ കേസിൽ പറയുന്നതിനേക്കാൾ വ്യക്തമായ ഉത്തരം സുബ്രഹ്മണ്യം പറയുമായിരുന്നു. അല്ലെങ്കിൽ കെയ്സൻ എന്ന് പറയുന്ന PR ഏജൻസിയുടെ MD-യെ വിളിച്ച് ചോദിച്ചിരുന്നുവെങ്കിലും A റഹീമിനേക്കാൾ പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ഉണ്ടാകുമായിരുന്നു. ഇതുമല്ല എങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള റിയാസ് മന്ത്രിയെയോ അല്ലെങ്കിൽ മകളെയോ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിലും വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമായിരുന്നു. എന്തിനാ നമ്മുടെ A റഹീമിനെ ഈ വിഷമാവസ്ഥയിലാക്കിയത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ PR ഏജൻസികളും കൺസൾട്ടൻസികളും മാത്രമേ ഉള്ളൂ. അവർക്ക് ഇന്ന് ബ്രാഞ്ച് കമ്മിറ്റിയില്ല, ലോക്കൽ കമ്മിറ്റിയില്ല, ഏരിയ കമ്മിറ്റിയില്ല, സ്റ്റേറ്റ് കമ്മിറ്റിയില്ല, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഇല്ല, പോളിറ്റ് ബ്യൂറോ ഇല്ല.
പിണറായി വിജയനും കുടുംബവും കുറേ കൺസൾട്ടൻസികളും കുറേ PR ഏജൻസികളും ചേർന്നുള്ള ഒരു അഭ്യാസ പ്രകടനമാണ്, ഒരു കോർപ്പറേറ്റ് അഭ്യാസ പ്രകടനമാണ് ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി. പിണറായി വിജയൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് തലവൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങി ജീവിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും അടങ്ങുന്ന ഒരു കൂട്ടം ശമ്പളത്തിൽ ജീവിക്കുന്ന സഖാക്കന്മാരായിട്ട് CPM അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ ഈ CPMന് അതിൻ്റെ ദുരന്ത കാലഘട്ടത്തിൽ, അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അപജയമാണ് ഈ PR ഏജൻസികളുടെയും കൺസൾട്ടൻസികളിലൂടെയും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അഭംഗുരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഗവൺമെൻറ് തുടങ്ങി കോവിഡ് കാലഘട്ടം മുതൽ PR ഏജൻസികളും കൺസൾട്ടൻസികളും ഈ കേരളത്തിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെ സംബന്ധിച്ചും വെട്ടിപ്പിനെ സംബന്ധിച്ചും തട്ടിപ്പിനെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് വളരെ ബോധ്യമുള്ളതാണ്. ഈ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ, കോവിഡ് ബാധിച്ച ആൾക്കാരെ സംബന്ധിച്ചുള്ള ആരോഗ്യ ഡേറ്റ പോലും കൺസൾട്ടൻസികൾ വഴി കേരളത്തിൽ നിന്ന് കടത്തി കോടികൾ സമ്പാദിച്ച കൊള്ള ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഇതേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് PR ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A.A. റഹീം ഇവിടെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് PR ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു കോൾ സെൻറ്റർ നടത്തുന്ന ആളെന്നാ, പത്രക്കാരെ വിളിച്ച് അഭിമുഖം കൊടുക്കാൻ വേണ്ടി എന്തിനാ മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി എന്നാ. ഇവിടെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയെ കൊടുത്തിരിക്കുന്നു. PR ഏജൻസിയെ വച്ചിരിക്കുന്നത് കേവലം പത്രക്കാരെ വിളിച്ച് അഭിമുഖം എടുക്കാൻ പറയാൻ വേണ്ടി മാത്രമല്ല, മുഖ്യമന്ത്രി ഓരോ വിഷയത്തിൽ എന്തു പറയണം, മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറണം, മുഖ്യമന്ത്രി ഏതൊക്കെ വിഷയത്തിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുഖ്യമന്ത്രി എങ്ങനെ ഒരുങ്ങി നടക്കണം, മുഖ്യമന്ത്രി ഏത് കാറിൽ നടക്കണം, കറുത്ത കാറിൽ വേണോ വെളുത്ത കാറിൽ വേണോ, ഇത്തരത്തിലുള്ള സർവ്വസാധനങ്ങളും PR ഏജൻസിയെ ഏൽപ്പിച്ചത് ഇരിക്കുക. അല്ലാതെ ഈ സഖാക്കന്മാരാണോ മുഖ്യമന്ത്രി എന്ന് നിയന്ത്രിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്നതും? അതിന് കഴിവുള്ള ഏതെങ്കിലും ഒരു സഖാവ് ഇന്ത്യയുടെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ? ഇവിടെ അതുകൊണ്ട് PR ഏജൻസിയെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യകാലത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ശ്രീ റഹീമിനോട് ചോദിക്കാനുള്ളത്, നേരത്തെ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനോടൊപ്പം നിങ്ങൾക്ക് ഈ കൈസൻ എന്ന് പറയുന്ന കമ്പനിക്കെതിരെ നടപടിയെടുക്കാനുള്ള തൻ്റെ ഇടവും ആർജവും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടോ? ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം പിണറായി വിജയന്റെ എല്ലാ നിലപാടുകളെയും നീചമായിട്ട് സത്യം പുറത്തെഴുതിയിട്ട് അതിശക്തമായിട്ട് പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരെ വ്യക്തമായിട്ട് അവർ അച്ചടിച്ചു വിട്ടു. അവർ പറഞ്ഞു 2 PR ഏജൻസികൾ ഞങ്ങളോടൊപ്പം, മുഖ്യമന്ത്രിയോടൊപ്പം 2 PR ഏജൻസി ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു തന്നതാണ് ഞങ്ങൾ എഴുതിയത് എന്ന് ഹിന്ദു പത്രം, ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദു പത്രത്തെക്കുറിച്ച്. ആ പത്രം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകിൽ ആ പത്രത്തിനെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ, അതോ സ്വപ്നയുടെ മുമ്പിൽ മുട്ടുപുറച്ചതുപോലെ പിണറായി ഹിന്ദുവിൻ്റെ മുമ്പിലും അതോടൊപ്പം തന്നെ കൈസന്റെ മുമ്പിലും മുട്ടുപുറയ്ക്കുന്ന മുഖ്യമന്ത്രിയാണോ കേരളത്തിലുള്ളത്? അതാണ് എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഹാഷ്മി, ഇവിടെ പിണറായി വിജയൻ പറഞ്ഞത് സത്യമല്ലേ? പിണറായി വിജയൻ പറഞ്ഞത് സത്യമല്ലേ? കേരളത്തിൽ 3 വർഷത്തിനുള്ളിൽ 147.79 കിലോഗ്രാം സ്വർണം കടത്ത് പിടിച്ചപ്പോൾ അതിൽ 124.47 കിലോഗ്രാം മലപ്പുറത്താണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് സത്യമല്ലേ റഹിമേ? അതുപോലെ തന്നെ ഹവാല പണം 122.5 കോടി രൂപ ഹവാല പണം കേരളത്തിൽ പിടിച്ചപ്പോൾ അതിൽ 87.22 കോടി മലപ്പുറത്താണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ശരിയല്ലേ? പിണറായി വിജയൻ എന്തിനാ ഇപ്പൊ മാറുന്നത്? എന്തിനാ കാപട്യക്കാരനായിട്ട് പിണറായി വിജയൻ മാറുന്നത്? നമ്മൾ ആദ്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കുറെ സമയം പോയി എന്ന് എനിക്കറിയാം. ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് എന്റെ കാര്യം പറയാൻ വേണ്ടി 3/4 മണിക്കൂർ ആവശ്യമില്ല. എനിക്ക് 4 മിനിറ്റ് തന്നാ മതി. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ രേഖാമൂലമുള്ള ഒരു സത്യം വിളിച്ചു പറഞ്ഞിട്ട് അവസാനം PV അൻവറും ഇവിടുത്തെ സുഡാപ്പികളും ഇവിടുത്തെ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമും ഭയപ്പെടുത്തിയപ്പോൾ വിറച്ച് മൂത്രമൊഴിച്ച് ഇങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് മാറി വിശ്വാസത സമ്പൂർണ്ണമായിട്ടും വട്ടപൂജ്യമാക്കിയ മുഖ്യമന്ത്രി. അൻവർ സുഡാപ്പിയാന്ന് അവരും പറഞ്ഞു. ഓക്കെ, ശരി സുരേഷ്, ശരി, ഞാൻ റഹീമിലേക്ക് മറുപടിക്ക് വിശദമായി എത്തും. ശരി, ഞാൻ റഹീമിലേക്ക് മറുപടിക്ക് എത്തും. ശ്രീ ബി ആർ എം ഷെഫീർ, ഞാൻ എന്തായാലും വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. അവിടെ മലപ്പുറത്തുനിന്ന് പിടിക്കുന്നു, മലപ്പുറത്ത് മാത്രമല്ല എല്ലാ എയർപോർട്ടിലും പിടിക്കുന്നുണ്ട്. മലപ്പുറത്തുനിന്ന് പിടിക്കുന്ന ഈ സ്വർണം ഇവിടെ കേരളത്തിൽ എന്തോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. ശ്രീ ബി ആർ എം ഷെഫീർ, ശരി, അങ്ങനെ പറയാത്തൊരു കാര്യം പറഞ്ഞ ഏജൻസിക്കെതിരെ അന്വേഷണം വേണം, അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് തുറുങ്കിലടക്കണം എന്ന ആർജവത്തിലൊരു ശബ്ദം ഉയരാത്തത് എന്താണ് ബി ആർ എം?
അല്ല, ശരിയാണ്. സ്വർണം പിടിച്ചതുമായി ബന്ധപ്പെട്ടും കുഴൽപ്പണങ്ങളും കള്ളപ്പണങ്ങളും പിടിച്ചതുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് PR ഏജൻസി ഞങ്ങൾക്ക് തന്നത്, അതുകൊണ്ട് ഞങ്ങളും അത് ചേർത്തു എന്നാണല്ലോ ഹിന്ദുവിൻ്റെ വിശദീകരണം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ബഹുമാന സുരേഷ്, നിങ്ങൾക്കറിയാം ഈ കള്ളപ്പണവും കൊള്ളപ്പണവുമെല്ലാം കടത്തുന്നത് മലപ്പുറത്ത് മാത്രമാണ് എന്ന് നിങ്ങളിപ്പോൾ ഇങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞല്ലോ. വേറൊരു സംഭവമുണ്ട്, അതും കള്ളപ്പണം തന്നെയാണ്, അതും കടത്തി തന്നെയാണ്. കർണാടകയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് തന്നെ പറഞ്ഞേ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങളുടെ ഘടകകക്ഷിയല്ലേ. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അദ്ദേഹം അതുപോലെ പറയും. നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളി ഡൽഹിയിൽ പോയി നിങ്ങൾ അല്ല അത് തന്നെ നിങ്ങളെ സുഖിപ്പിക്കലാണല്ലോ ഇപ്പൊ പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട പണി. ദേശീയ തലത്തിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘപരിവാർ അനുകൂല രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡൽഹി തിരഞ്ഞെടുത്തതും ദി ഹിന്ദു പത്രം തിരഞ്ഞെടുത്തതും ഇംഗ്ലീഷ് പത്രം തിരഞ്ഞെടുത്തതും. അത് അമിത്ഷാജിയെയും നിങ്ങളുടെ ഹൊസബലയെയൊക്കെ സഹായിക്കാനും അവരുടെയൊക്കെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണെന്ന് ആർക്കും അറിവിടാത്ത സാർ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ ഒരുപാട് കള്ളപ്പണം വരുന്നുണ്ടെങ്കിൽ വേറൊരു കള്ളപ്പണം വന്നല്ലോ, അത് തൃശ്ശൂർ ജില്ലയിലാണല്ലോ. BJPയുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് പ്രതിയാവേണ്ടതാണല്ലോ. നിങ്ങളുടെ സംസ്ഥാനത്തിലെ നേതാവിന് വേണ്ടിയിട്ടാണല്ലോ പണം വന്നു എന്ന് പറഞ്ഞത്. ആലപ്പുഴയിലെ കർത്ത അതിനകത്ത് വന്നല്ലോ. ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പൊന്നുമോൻ 43 തവണയാണല്ലോ ഈ പറയപ്പെടുന്ന കുഴൽപ്പണവുമായിട്ട് വന്നവനെ വിളിച്ചത്. പിന്നീടത് പ്രതികൾ സാക്ഷിയായല്ലോ. അന്ന് സഹായിച്ചത്, ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി സഹായിച്ചത് ഇതേ പിണറായി വിജയനാണല്ലോ. നിങ്ങളിപ്പോൾ പിണറായി വിജയനെ കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ നിങ്ങൾ പിണറായി വിജയനോട് നന്ദി പറയണം. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും മകനും ഹവാല റാക്കറ്റിൽപ്പെട്ട് കള്ളപ്പണ ഇടപാടിൽ കൊടകര കേസിൽ അകത്തു പോകാതെ ശാസ്ത്രീയ തെളിവുകൾ എല്ലാം ഉണ്ടായിട്ടും രക്ഷപ്പെടുത്തി തന്നത് സഖാവ് പിണറായിയാണ്. ചോദ്യങ്ങൾക്ക് റഹീം ക്ഷമിക്കണം റഹീം, ഞാൻ അവസാനമായി പറയുന്ന ഇതാണ്. ക്ഷമിക്കണം, വല്ലപ്പോഴും അല്ലേ അങ്ങനെ. റഹീം ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി അത് പറഞ്ഞതാണെങ്കിൽ അത് പറഞ്ഞതാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കേസെടുക്കണം, അതിൽ അന്വേഷിക്കണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഉപാധികളില്ലാതെ അങ്ങൊന്ന് പറയുമോ? ചർച്ച തീരും മുൻപ് റഹീം. വെറുതെ പാവം റഹീമിനെ ഇട്ട് കുഴപ്പിക്കരുത് നിങ്ങൾ. ഞാനത് മറുപടി പറയുന്നതിന് മുമ്പ് ഇവർ കുറേ കാര്യങ്ങളോടെ പറഞ്ഞല്ലോ. ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്നു, PV അൻവർ. അദ്ദേഹം പറഞ്ഞു ചർച്ചയാണെങ്കിൽ ഞാനില്ല എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ മൻ കി ബാത്താണ് ഇഷ്ടം, ഒറ്റയ്ക്ക് ഒരുമിച്ച് പറഞ്ഞിട്ടങ്ങ് പോകാമല്ലോ, എളുപ്പമാണല്ലോ. പക്ഷെ അദ്ദേഹം ഇവിടെ പറഞ്ഞ എന്ത്, ഹാഷ്മി തന്നെ മറുപടി പറയണം. ഞാനതിനെ എന്ത് വാക്കോടൊന്നും വിശേഷിപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി മറുപടി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് റെക്കോർഡ് ചെയ്യും അത്രേ. അങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ടോ? ഹാഷ്മിയുടെ ഇതുവരെയുള്ള മുഖ്യമന്ത്രി നടത്തിയ ഇൻ്റർവ്യൂവിൽ ഒരു ടേപ്പ് റെക്കോർഡറും വെച്ച് അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെക്കോർഡ് ചെയ്യാൻ പതിവുണ്ടോ? അങ്ങനെ ഒരു പതിവേ ഇല്ല. അപ്പോൾ ആ CD പുറത്ത് ഒരൊറ്റ പോക്കായിരുന്നു വന്നിട്ട്. ആ പറഞ്ഞതിൽ വല്ല വാസ്തവമുണ്ടോ? ഇത് കേട്ടിരിക്കുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പറയാൻ പറ്റും? ഹിന്ദു പത്രത്തിൽ കൊടുത്ത് കേരളത്തിലൊന്നും ആരും വായിക്കാത്ത ആളായതുകൊണ്ടാണ് അവിടെ പോയി പറഞ്ഞത്. 3, മുഖ്യമന്ത്രി ഇവിടെ വളരെ കൃത്യമായി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു എന്ന് അൻവർ പറഞ്ഞു. ശുദ്ധാസംബന്ധമല്ലേ? തിരുത്തിയല്ലോ. ഈ ആന്റി ടെററിസ്റ്റ് എന്ന പദം മുഖ്യമന്ത്രി വാർത്ത റെക്കോർഡ് ചെയ്യണ്ട, പക്ഷെ അത് മോണിറ്റർ ചെയ്യാൻ പണം മുടക്കുന്നുണ്ട്. സമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു. വാർത്ത റെക്കോർഡ് ചെയ്യണ്ട റഹീം, പക്ഷെ അത് മോണിറ്റർ ചെയ്യാൻ നമ്മൾ പണം മുടക്കി നമ്മുടെ ഖജനാവിൽ നിന്ന് പണം മുടക്കുന്ന ഒരു സംവിധാനമുണ്ട്. IAN/PRD എന്ന സംവിധാനത്തിന്റെ പേര്. എന്നോട് ക്ഷമിക്കണം, എൻ്റെ സമയം കഴിയാണ്. താങ്കൾ ഇരിക്കുന്ന അവിടെ എന്തോ ഒരു റേഞ്ച് പ്രശ്നമുണ്ട്. അത് എൻ്റെ പ്രശ്നമല്ല, അത് എൻ്റെ എന്തോ റേഞ്ച് പ്രശ്നം. അതുകൊണ്ടാണ് ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. പറഞ്ഞിട്ട് പോകരുത്. തെറ്റാണ്. എന്താണ് പറഞ്ഞത്? കളവാണ്. എന്താണ് കളവ്? അങ്ങ് പറഞ്ഞത് കളവാണ്. എന്താണ് കളവ്? അങ്ങ് പറഞ്ഞത് കളവാണ്. ആ കളവാണ്. ഏത് PRD-ക്കാർ പോയിട്ട് മുഖ്യമന്ത്രി ഏതെങ്കിലും ആൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോ PRD അത് മോണിറ്റർ ചെയ്യും അടുത്ത് നിന്നിട്ട്. റെക്കോർഡ് ചെയ്യണ്ട റഹീം, റെക്കോർഡ് ചെയ്യേണ്ട റഹീം. മുഖ്യമന്ത്രിയുടെ പേരിൽ വരുന്ന അഭിമുഖം ഏത് വഴിക്ക് എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ ബാധ്യതപ്പെട്ട സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. റെക്കോർഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേ.
അത് പോട്ടെ. ചെയ്യുമെന്നാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് അൻവർ പറഞ്ഞേ. അത് പോട്ടെന്നേ, അല്ല, അത് അങ്ങനെയല്ല. പോട്ടെന്നേ. ഇത് അങ്ങനെയൊന്നും മോണിറ്ററിംഗ് സംവിധാനം പറയരുത്. നമുക്കുണ്ടോ? റെക്കോർഡ് ചെയ്യുമെന്നും അതല്ലാതെ ആ മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തും എഴുതി എന്തും അങ്ങ് വിടാൻ എന്താണ് ഒരു നോട്ടമില്ലാത്ത സംവിധാനമാണല്ലോ ഉള്ളത്. പിന്നെ പി എം മനോജ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? നിങ്ങൾ അൻവറിനെ ന്യായീകരിക്കരുത്. എന്ത് ഞാൻ അൻവർ അൻവറിനെ നിങ്ങളുടെ ഫ്ലോറിൽ വന്ന് പറഞ്ഞെന്താ? അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ കേക്ക്, അൻവർ ഇവിടെ വന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്താൽ CMO അത് റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന CD തരണം. ഞാൻ ശരി 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 എൻ്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. കുറേ സാങ്കേതിക പ്രശ്നമുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ലെങ്കിൽ ഈ പറയുന്ന PR ഏജൻസിക്കെതിരെ ഈ ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ധൈര്യത്തോടെ പറയാൻ കെൽപ്പുള്ളൊരു നേതാവ് എപ്പോഴുണ്ടാകുമോ എന്തോ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.